ത്രിയേക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 8-ാമത്തെ വചനം, മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുക. സത്യത്തിൽ യോഹന്നാൻ സ്നാപകൻ്റെ ഒരു പ്രസംഗമാണ് ഈ വചനം. അതിനുശേഷം എന്താണ് ഈ മാനസാന്തരത്തിന് യോജിച്ച ഫലമെന്ന് യോഹന്നാൻ സ്നാപകൻ പറയുന്നുണ്ട്. എന്താണ്? 2 ഉടുപ്പുള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കട്ടെ. അപ്പോൾ മാനസാന്തരത്തിന് യോജിച്ച ഫലം എന്ന് പറഞ്ഞാൽ പങ്കുവെക്കലാണ് എന്നാണ് അർത്ഥം. ചുങ്കക്കാരും വന്നു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, 2 ഉടുപ്പുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണമുള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ. പടയാളികൾ ചോദിച്ചു, ഞങ്ങളെന്താണ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിൽ കൂടുതലൊന്നും നിങ്ങൾ വാങ്ങിക്കരുത്, കൈക്കൂലി വാങ്ങിക്കരുത്. അതിനുവേണ്ടി ആരെയും നിങ്ങൾ കുറ്റപ്പെടുത്തുകയോ വ്യാജാരോപണം ഉണ്ടാക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യരുത്. നിങ്ങൾക്ക് കിട്ടുന്ന വേതനം മാത്രം മതി. അപ്പോൾ യഥാർത്ഥത്തിൽ മാനസാന്തരത്തിന് യോജിച്ച ഫലം എന്ന് പറയുന്നത് 1 പങ്കുവെക്കാനുള്ള മനസ്ഥിതിയും 1 അവനവന് ലഭിക്കുന്നതിൽ സംതൃപ്തി കണ്ടെത്താനുള്ള മനസ്സുമാണ്. ഇന്ന് നമ്മൾ മാനസാന്തരപ്പെട്ട സമൂഹമെന്ന് അവകാശപ്പെടുമ്പോഴും പങ്കുവെക്കാനുള്ള പ്രവണത നമ്മൾ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നു. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മളിൽ മാത്രം കേന്ദ്രീകൃതമായിട്ടാണ്. എന്നാൽ ഈ ഭൂമിയിൽ ദൈവം എല്ലാം സൃഷ്ടിച്ചാക്കിയതിന് ഭൂമുഖത്തുള്ള എല്ലാവർക്കും വേണ്ടിയാണ്. ഇനി ദൈവം മഴ പെയ്യിക്കുമ്പോഴും അതുപോലെ വെയിൽ നൽകുമ്പോഴുമൊക്കെ ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയല്ല ദൈവം നൽകുന്നത്, ഈ ഭൂമുഖത്തിന് മുഴുവൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന സൗഭാഗ്യങ്ങളെല്ലാം നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുമുള്ള അനേകർക്ക് വേണ്ടി കൂടിയാണെന്നുള്ള ഒരു അവബോധം നമ്മളെ ഭരിക്കുകയാണെങ്കിൽ അത് മാനസാന്തരത്തിന് യോജിച്ച ഒരു ഫലമായി തീരും. അതുകൊണ്ട് പങ്കുവെക്കാനുള്ള മനസ്ഥിതി വളർത്തുന്നതോടൊപ്പം മറ്റുള്ളവരുടെ ഒന്നും നമ്മൾ ആഗ്രഹിക്കാതെ നമുക്ക് കിട്ടുന്ന പരിമിതികളിൽ സംതൃപ്തി കണ്ടെത്തുവാനും കഴിഞ്ഞുകൊണ്ട് മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ നമുക്ക് പുറപ്പെടുവിക്കാൻ പരിശ്രമിക്കാം. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ.